ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊറോട്ടയാണ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ മൈദ പൊറോട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് ഈ റെസിപ്പി. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളിന്ന് 3 കപ്പ് ഗോതമ്പ് പൊടി വെച്ചാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അതായത് ഏകദേശം 360 ഗ്രാം ഗോതമ്പ് പൊടിയാണ്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇതിന് പകരം ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് പൗഡറാണ് കൂടുതൽ നല്ലത്. സോഡ ചേർക്കുമ്പം കുറച്ച് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചുവ വരും, പിന്നെ പൊറോട്ടയുടെ കളർ മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഒരു മുട്ട, 1/2 കപ്പ് പാല്, സാദാ പാലാണ്, ചൂട് പാൽ ആവശ്യമില്ല. കുറച്ച് നാരങ്ങാനീര്, ഒരു 2 ടീസ്പൂൺ വരും. പാലും നാരങ്ങയും കൂടി ചേരുമ്പോൾ അത് ബട്ടർ മിൽക്കായിട്ട് മാറും. അത് നമ്മൾ ഈ മൈദയുടെയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഒക്കെ കൂടെ ചേർക്കുമ്പോൾ അത് കുറച്ചുകൂടി നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു വലിയ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മാവും കൂടി ചേർത്ത് നല്ലോണം ആദ്യം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സാധാ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, ചൂടുവെള്ളം വേണ്ട. ചപ്പാത്തി മാവിനേക്കാളും ഒരല്പം കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കണം. കണ്ടോ, ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനി ഇത് നല്ലതായിട്ട് കുഴച്ചെടുക്കാം. എത്രത്തോളം നമ്മൾ മാവ് കുഴയ്ക്കുന്നു പൊറോട്ട അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. മിനിമം ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കിച്ചൺ സ്ലാബിലിട്ടാണ് കുഴയ്ക്കാൻ പോകുന്നത്. ഒരല്പം എണ്ണയൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മതി കേട്ടോ. ഗോതമ്പ് ആയതുകൊണ്ട് കുറച്ച് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാത്രം ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തേച്ച് കുഴച്ചെടുക്കാം. മാവിങ്ങനെ നമ്മുടെ കൈ വെച്ച് നല്ലോണം ഇങ്ങനെ കുറച്ച് ബലം കൊടുത്ത് തന്നെ തേച്ച് കുഴച്ചെടുക്കണം. ആദ്യം കുറച്ച് ഒട്ടുന്ന പോലെ തോന്നും. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഇതുപോലെ ആയി കിട്ടും. കണ്ടോ, ഇപ്പോൾ ആ ഒരു ഒത്തിരി ഒട്ടുന്നതങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഞാൻ നല്ലോണം കുഴച്ചെടുത്തു. ഞാനൊരു 6-7 മിനിറ്റ് കുഴച്ചായിരുന്നു കേട്ടോ. 5 മിനിറ്റ് മിനിമം ആണ്. എത്രത്തോളം കൂടുതൽ സമയം കുഴയ്ക്കുന്നോ അത്രയും നല്ലതായിട്ട് കിട്ടും. ഇതുപോലെ ആയി വരണം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവായിട്ട് വരണം. ഇങ്ങനെ ആയാലേ പൊറോട്ടയും അതുപോലെ സോഫ്റ്റ് വരത്തുള്ളൂ. ഇനി ഒരു ബൗളിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനകത്തോട്ട് മാവ് വെച്ചിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. നല്ലോണം ഒന്ന് തേച്ചിട്ട് ഒരു മണിക്കൂർ നമുക്ക് ഈ മാവൊന്ന് മാറ്റി വയ്ക്കാം. നനഞ്ഞ തുണി കൊണ്ട് മൂടി മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിതൊരു 12 പീസായിട്ട് ആദ്യം കട്ട് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ബോളുകളാക്കി വെക്കാം. ഇതുപോലെ വെക്കാം. അപ്പോൾ ഇവിടെ 12 ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് മാറ്റി വെക്കണം. അതിന് മുന്നേ കുറച്ചും കൂടി എണ്ണ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോ ബോളിലും എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി വെച്ചാൽ മതി. അപ്പോൾ ഫുള്ള് നല്ലോണം എണ്ണ അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഇരിക്കും. ഓക്കെ, ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് നനഞ്ഞ തുണി കൊണ്ട് മൂടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് പരത്തിയെടുക്കണം. അപ്പോൾ ഓരോന്നും പരത്തുന്ന സമയത്ത് ബാക്കിയുള്ളത് നനഞ്ഞ തുണി കൊണ്ട് മൂടി തന്നെ വെക്കണം കേട്ടോ. അത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി കിച്ചൺ സ്ലാബിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. പക്ഷെ മൈദ പരത്തുന്ന പോലെ നമുക്ക് ഈ ഗോതമ്പ് പരത്താൻ പറ്റത്തില്ല. ഒന്നാമത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. പിന്നെ മൈദ പോലെ ഗോതമ്പ് അങ്ങനെ ഇലാസ്റ്റിക് അല്ലല്ലോ. അപ്പോൾ ഒത്തിരി ഇങ്ങനെ കനം കുറച്ച് പരത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കത് പിന്നെ ഇങ്ങനെ വലിച്ച് ലെയർ പോലെ എടുക്കാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഈ ചപ്പാത്തി കോല് വെച്ച് പതുക്കെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒട്ടും ബലം കൊടുക്കാതെ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് സ്പ്രെഡായി കിട്ടും. ഇത്രയും മതി. ഇതിൽ കൂടുതൽ ഇത് പരത്തണ്ട. എവിടെയെങ്കിലും കനം കൂടുതൽ ഇരിക്കുന്നെന്ന് തോന്നിയാൽ കുറച്ച് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. ഓക്കെ, ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഏതെങ്കിലും ഒരറ്റത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം.
എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഗോതമ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ പതുക്കെ എടുക്കാം. ഇനി ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ചും കൂടി ഒന്ന് നീളം കൂട്ടിയെടുക്കണം. അതായത് കുറച്ചൊന്ന് വലിഞ്ഞു വരണം. നമ്മൾ അധികം ഇത് പരത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഇതുപോലെ പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. ഈ ചെയ്യുന്നത് വളരെ പതുക്കെ ആയിരിക്കണേ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരും. ഇപ്പം ഇതിൻ്റെ നീളം കണ്ടോ, നല്ലോണം നീട്ടത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ചപ്പാത്തിക്കോല് വെച്ച് ഒട്ടും ബലം കൊടുക്കാതെ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തണ്ട. കട്ടിയായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങ് സ്പ്രെഡായി കിട്ടും. എണ്ണയൊഴിച്ച് മൈദയിട്ട് പതുക്കെ ഇങ്ങനെ എടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം അതിങ്ങനെ കുറച്ചും കൂടി സ്ട്രെച്ചായിട്ട് വരും, നീളം കൂടി വരും. എന്നിട്ട് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇതൊരു 10 മിനിറ്റ് വെക്കണം. അതിന് മുന്നേ കുറച്ചും കൂടി എണ്ണ ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ലെയറിലൊക്കെ എണ്ണ നിന്നാലേ നമ്മൾ അവസാനം ഇത് ചുട്ടെടുത്ത് കഴിയുമ്പോൾ അതെല്ലാം വിട്ട് വിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്കിത് നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ ഞാൻ നേരത്തെ എടുത്ത സൺഫ്ലവർ ഓയിലിലോട്ട് തന്നെ കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ കൂടുതലും നെയ്യ് കുറവായിരിക്കണേ. ഇതാണ് നമ്മൾ പൊറോട്ട ചുടുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പം നമുക്ക് ഈ ഓരോന്നും എടുത്ത് പരത്തിയെടുക്കാം. ആദ്യം കൈവച്ച് ഒന്ന് പരത്താം, എന്നിട്ട് പിന്നെ ചപ്പാത്തിക്കോല് വെച്ച് പരത്തുന്നതാണ് കേട്ടോ നല്ലത്. മൈദ ആണെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ ചപ്പാത്തിക്കോല് വെച്ച് പതുക്കെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് കനം കുറഞ്ഞു പോകണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കാം. ഇനി ഇത് ചുടാനായിട്ട് ഞാനൊരു ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്കിനേക്കാളും പൊറോട്ട ഉണ്ടാക്കാൻ ദോശക്കല്ലാണ് നല്ലത്. കുറച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ചൂടിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം. ഒത്തിരി തവണ പൊറോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണ്ട. ഞാൻ ഒരു തവണയെ തിരിച്ചിടാറുള്ളൂ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. തിരിച്ചിടുന്നതിന് മുന്നേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ബ്രൗൺ കളറ് വരണം. എപ്പോഴും ദോശക്കല്ലൊരു മീഡിയം ചൂടിലായിരിക്കണം. ഒരുപാട് ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇത് വേവത്തില്ല. റെഡിയായി കഴിയുമ്പം ഉടനെ തന്നെ ഒരു കാസറോളിലേക്ക് മാറ്റാം. എന്നിട്ട് അടച്ചു വെക്കണം. ചൂടോടുകൂടി ഇരിക്കണം അത്. ഒരു 4-5 എണ്ണം ചുട്ട് കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ മൈദ പൊറോട്ട ചെയ്യുന്ന പോലെ ഒരുപാട് തവണ അടിക്കരുത്, ഇത് പൊടിഞ്ഞു പോവും. അപ്പോൾ ഒരു 2-3 തവണ ഇങ്ങനെ അടിക്കുമ്പോൾ ഇതുപോലെ നല്ല ലെയറായിട്ട് വരും. ഈ പൊറോട്ട കണ്ടോ, ഗോതമ്പ് വെച്ച് ചെയ്താണെങ്കിൽ പോലും നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.